ഹലോ എവരിവൺ, നിങ്ങളിപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? +2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് +2ന് കൊടുക്കാനുള്ളത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് എഴുതിയ പബ്ലിക് എക്സാം SSLC ആയിരിക്കും, അല്ലെങ്കിൽ 10th ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ അടുത്ത +1 കഴിഞ്ഞ് +2ൻ്റെ ഒരു വലിയ പബ്ലിക് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വർഷം കൂടിയാണ്. അത് മാത്രമാണോ ആക്ച്വലി +2ൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അല്ല, നമ്മുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു വർഷമാണ്. ഈ +2 കഴിഞ്ഞ് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നോ ആ കോഴ്സാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്, നിങ്ങളുടെ പ്രൊഫഷണൽ ആരാകണമെന്ന് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകുന്നത് ഈ +2 കഴിഞ്ഞതിന് ശേഷമാണ്. അതാണ് ഈ +2ന് ഇത്രയധികം ഇമ്പോർട്ടൻസ് എല്ലാവരും പറയാനുള്ള ഒരു പ്രധാന കാരണം. സോ നമുക്കറിയാം, നമ്മൾ സാധാരണ +1 കഴിഞ്ഞപ്പോൾ +2ലായി, ഇനി +2ൻ്റെ മാർക്കൊക്കെ ഒന്ന് കിട്ടിയിട്ട് അത് ആദ്യം ജയിക്കട്ടെ സാറേ എന്നായിരിക്കും കുറേ പേര് ചിന്തിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം എന്തൊക്കെ ആകണമെന്ന്. അത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. കാരണം ഒരു ബസ്സിൽ കയറിയതിന് ശേഷമല്ല നമ്മൾ ഒരിക്കലും എവിടെ പോകണം എന്ന് തീരുമാനമെടുക്കേണ്ടത്. സോ ആദ്യം തന്നെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം എവിടേക്കായിരിക്കണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ പാത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന നീറ്റ് എൻട്രൻസും JEE എൻട്രൻസും. ഒരുപാട് മക്കൾക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാണ് നീറ്റ് എഴുതുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് JEE എഴുതുന്നത്, JEE അഡ്വാൻസ്ഡ് എന്താണ്, JEE മെയിൻസ് എന്താണ്, തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമുക്ക് ഇതുവഴി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്, ഏതൊക്കെ കോഴ്സുകളിലേക്ക്, അലീഡ് കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകാം. പലരും ചിലപ്പോൾ ഇതിന് യാതൊരു രീതിയിലും ശ്രദ്ധിക്കാതിരുന്ന മക്കളും ഇതിനകത്ത് ഉണ്ടാകാം. എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് എന്ന രീതിക്ക് ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള മക്കളും ഉണ്ടാകാം ഇതിനകത്ത്. മക്കളെ, നിങ്ങളോട് എല്ലാം എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും നിങ്ങളെ കൊണ്ടും സാധിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ, ഇതിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഇനി പോകാനുള്ളത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എന്താണ് നീറ്റ്, എന്താണ് JEE, ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള ഓൾ ഡീറ്റെയിൽസ്, എവറിത്തിങ് റിഗാർഡിംഗ് ഓൾ ദീസ് 2 എൻട്രൻസ് എക്സാമിനേഷൻ അറിയാൻ വേണ്ടിയിട്ട് Xylem നിങ്ങൾക്കായി ഒരുക്കുകയാണ് ഒരു വെബിനാർ. ഈ വെബിനാറിൽ നമ്മുടെ Xylemത്തിന്റെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള JEE ആൻഡ് നീറ്റ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ 2 എൻട്രൻസ് എക്സാമിനേഷനുകൾ ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ, അത് സാധിക്കും എന്നുള്ളതും, അത് എങ്ങനെയാണ് അതിന്റെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, എവറിത്തിങ് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരാനാണ് ഈ വെബിനാർ, ഈ ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി Xylem ഒരുക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി സൺഡേ വൈകുന്നേരം 5 മണിക്കാണ് JEE കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെബിനാറും, അത് കഴിഞ്ഞ് വൈകുന്നേരം 7:30ക്കാണ് നീറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെബിനാർ. ഇങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. JEE ആയിരിക്കും 5 മണിക്ക്, നീറ്റ് ആയിരിക്കും 7:30ക്ക്. സോ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എല്ലാവരുമായിട്ട് വരിക. സപ്പോസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അറിവ് ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ലൈഫ് ടേണിംഗ് മൊമെന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യുക. സോ എല്ലാവരും ഇതിൽ പങ്കെടുക്കൂ. ഇതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.